ദില്ലിയിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ ഫലപ്രദമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് നിങ്ങളുടെ വീടായി കരുതൂ, പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പുതിയ സർക്കാർ ശ്രമിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം, അത് കേരളത്തിന് നല്ല പിന്തുണ പ്രധാനമന്ത്രി നൽകുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടൊരു വാചകമായിട്ട് തന്നെയാണ് കാണുന്നത്. കൺസിഡർ ദിസ് ആസ് യുവർ ഹോം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ടാകും എന്ന തെളിവായിട്ട് തന്നെയാണ് എടുക്കാവുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ദില്ലിയിലെത്തിയ പിണറായി വിജയന് തിരക്കിട്ട ഔദ്യോഗിക സന്ദർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, രാഷ്ട്രപതി പ്രണബ് മുഖർജി തുടങ്ങിയവരെ പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും മോദി വാഗ്ദാനം ചെയ്തു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സംസ്ഥാനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട മോദി റബ്ബർ കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെടാമെന്നറിയിച്ചു. ആയുർവേദം, മത്സ്യബന്ധനം മേഖലകളിലെ പ്രശ്നങ്ങളും ചർച്ചാ വിഷയമായി. റെയിൽ, റബ്ബർ, ആദിവാസി മേഖലകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രിയെ കണ്ടു. സംസ്ഥാനത്ത് പുതിയ IR ബറ്റാലിയൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ BJP CPIM സംഘർഷത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് രാജ്നാഥ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങളുടെ കൂട്ടരോട് ആദ്യം പറയുക, അങ്ങനെ പറഞ്ഞ് അവരെ അതിനെ സഹകരിപ്പിച്ചാൽ അത്തരമൊരു യോഗം വിളിക്കാം. എൻ്റെ കൂട്ടരോട് ഞാനും പറയാം, അതിനെനിക്ക് തടസ്സമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടരോട് നിങ്ങൾ പറഞ്ഞ് സഹകരിപ്പിക്കണം. മുല്ലപ്പെരിയാർ വിഷയം ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കും. ഡാം സുരക്ഷിതമെന്ന സുപ്രീം കോടതി വിധിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ ആലോചിക്കും. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ടല്ല അതാണ് എൻ്റെ പോയിന്റ്. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ട് ഉയർത്തുകയല്ല വേണ്ടത്. ഇത് നമുക്ക് പരിഹാരം കാണുകയാണ് വേണ്ടത്. ആ പരിഹാരം കാണുന്നതിന് തൊട്ടടുത്ത സംസ്ഥാനമെന്ന നിലക്ക് തമിഴ്നാടുമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇതാണ് എൻ്റെ പോയിന്റ്. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ കൈകടത്തലും ഉണ്ടാകില്ല. ചില നേതാക്കൾക്കെതിരെയുള്ള പരാതി ലഭിച്ചത് അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനായി ഇന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. അതേസമയം ഉമ്മൻചാണ്ടിയെ UDF ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണയായി. ഇന്നു ചേരുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിയമസഭയിൽ I ഗ്രൂപ്പിന് 12 പേരുള്ളപ്പോൾ 8 പേർ മാത്രമാണ് A ഗ്രൂപ്പിനുള്ളത്. ഉമ്മൻചാണ്ടിയോട് ഹൈക്കമാൻഡിന് താൽപ്പര്യവുമില്ല. ഇതാണ് ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള A ഗ്രൂപ്പ് നീക്കത്തിന് തിരിച്ചടിയായത്. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാനാക്കുന്നത് സംബന്ധിച്ചും ഇന്നത്തെ യോഗം തീരുമാനമെടുക്കില്ല. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും മാത്രമാകും യോഗം തീരുമാനിക്കുക. ഉമ്മൻചാണ്ടിയുടെ പദവി സംബന്ധിച്ച് UDF തീരുമാനിക്കട്ടെ എന്നാണ് ധാരണ. രാവിലെ 11-ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് നിയമസഭാ കക്ഷി യോഗം നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ പയ്യാവൂരിൽ 5 കുട്ടികൾ മുങ്ങിമരിച്ചു. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. പയ്യാവൂർ ചമതച്ചാൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 കുട്ടികളാണ് മുങ്ങിമരിച്ചത്. 6 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട അമൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളുമാണ് മരിച്ചത്. ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ സർജൻ ഷീജ ദമ്പതികളുടെ മക്കൾ ഒറീജ സഫാൻ, ജോസ് അനിത ദമ്പതികളുടെ മക്കൾ അഖിൽ ജോസ്, അയൻ ജോസ്, ബിനോയ് മിനി ദമ്പതികളുടെ മകൻ മാണിക് ബിനോയ് എന്നിവരാണ് മരിച്ചത്. അമലിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവിടുന്ന് കരച്ചിൽ കേട്ടോണ്ട് ഓടിച്ചെല്ലുമ്പോൾ ഒരു കുട്ടി കരക്കി ഇരിപ്പുണ്ട്. വെള്ളത്തിന് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വെള്ളത്തിൽ പോയത്, കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവുന്നത്. അപ്പം ഞാൻ അന്നേരം ചാടി ഒരു കുട്ടീനെ ഫസ്റ്റ് ചാട്ടം തന്നെ ഒരു കുട്ടീനെ കിട്ടി. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സഹായധനം നൽകുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിച്ചിരുന്നു. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിനകത്തായതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ
എന്തായാലും ഗവൺമെൻറ് ഗൗരവത്തിൽ ആ കാര്യം ആലോചിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, മന്ത്രിമാരായ EP ജയരാജൻ, KK ശൈലജ, E ചന്ദ്രശേഖരൻ, PK ശ്രീമതി MP എന്നിവരും കോൺഗ്രസ് നേതാവ് VM സുധീരനും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സന്ദർശിച്ചു. പയ്യാവൂരിൽ 5 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പയ്യാവൂരിനടുത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ സർക്കാർ തീരുമാനം. കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഭക്തരുമായും സംഘടനകളുമായും സമവായത്തിലെത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കടകംപള്ളി വ്യക്തമാക്കി. അതേസമയം ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകളിലെ നിയമനങ്ങൾക്കായി കഴിഞ്ഞ സർക്കാരാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചത്. നേരത്തെ PSC വഴി നടത്തിയിരുന്ന നിയമനങ്ങൾ ചില സമുദായ സംഘടനകളുടെ നിർബന്ധത്തെ തുടർന്ന് ബോർഡ് വഴിയാക്കുകയായിരുന്നു. ഉയർന്ന ശമ്പളത്തിൽ ബോർഡിന് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുകയും ചെയ്തു. എന്നാൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അനാവശ്യമാണെന്നാണ് പുതിയ സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനാൽ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ വീണ്ടും PSCക്ക് തന്നെ വിടുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡിലെ എല്ലാ നിയമനങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻ വിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. LDFന്റെ കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ എടുത്ത തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ പുതിയ ഗവൺമെൻറ് തയ്യാറായില്ല. അവർ ചെയ്തത് ഒരു വെള്ളാനിയെ സൃഷ്ടിക്കുകയായിരുന്നു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാനാവശ്യമായ നിയമപരമായ നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ സമവായത്തിലൂടെ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. അമ്പലത്തിൽ പോകുന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ. അപ്പോൾ അവർക്ക് ഒരു അമ്പലം മാത്രം അവർക്ക് തുറന്നു കൊടുക്കാതിരിക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല. ഭക്തരുമായിട്ടും എല്ലാ വിഭാഗവുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയും. അതേസമയം ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ നിന്നും പിൻവലിക്കണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് വാഹന ഉടമകൾ. ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരെ വേണ്ടിവന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും വാഹന ഉടമകൾ പറഞ്ഞു. കൊച്ചിയിൽ ചേർന്ന സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത ട്രൈബ്യൂണൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ വിധിയോട് വിയോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി. എന്നാൽ പ്രായോഗിക തലത്തിലെ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട്. യാത്രാക്കൂലി കൂട്ടുന്നത് ആലോചനയിൽ ഇല്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഗവൺമെന്റിനില്ല. എന്നാൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ ചില പ്രതിസന്ധിയുണ്ട്. അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നതിൽ മാത്രമാണ് ഞങ്ങളെ ശ്രദ്ധ. അല്ലാതെ ഒരിക്കലും ഈ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉദ്ദേശശുദ്ധിയോട് ഗവൺമെന്റിന് ഒരു വിയോജിപ്പില്ല. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര സാഹിത്യ പുരസ്കാരം യുവ സാഹിത്യകാരൻ ഭാനുപ്രകാശിന്. നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി രചിച്ച ഭാവദശരഥം എന്ന കൃതിയാണ് അവാർഡിന് അർഹനാക്കിയത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വർഷം മുതൽ യുവ സാഹിത്യകാരന്മാർക്ക് അക്ഷരമുദ്ര പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് ഏമ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏമയുടെ 9ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി ജീവനിയം ആയുർവേദ ആശുപത്രി നടത്തിവന്ന ക്യാമ്പിന് സമാപനമായി. 1 മാസം നീണ്ട ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ MK സാനു, കൊച്ചി മേയർ സൗമിനി ജെയിൻ, നിയുക്ത MLA ഹൈബി ഈഡൻ, ഡോക്ടർ രശ്മി പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു.